Hi friends, welcome back to my channel. നമ്മളൊരു ഫോട്ടോസ് എഡിറ്റ് ചെയ്യാറുണ്ട്. പലരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് പിക്സൽ ലാബ്. ഞാനൊക്കെ തംബ്നെയിൽ എഡിറ്റ് ചെയ്യാൻ പിക്സൽ ലാബാണ് യൂസ് ചെയ്യാറ്. എന്നാൽ നമുക്ക് പിക്സൽ ലാബിൽ മലയാളം ടെക്സ്റ്റ് അതിന് സ്റ്റൈലുകളൊന്നുമില്ല. നമുക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റിന് മാത്രമേ സ്റ്റൈലുള്ളൂ. മലയാളം ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് സ്റ്റൈലൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്ന് പറയുന്ന ട്രിക്ക് വെച്ച് നിങ്ങൾക്ക് ഇനി മുതൽ പിക്സൽ ലാബിലും ഇതേപോലെ സ്റ്റൈലായിട്ടുള്ള മലയാളം ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഫയൽ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പം ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫയൽ മാനേജർ ഓപ്പൺ ആക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അത് അൺസിപ്പ് ചെയ്യുക. ചില ഫോണിൽ അൺസിപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയിട്ട് 𝐻𝐒𝐼𝐬 എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇൻ്റർണൽ സ്റ്റോറേജ് കൊടുക്കാം, എന്നിട്ട് ഇവിടെ എക്സ്ട്രാക്റ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അത് എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഫോൾഡർ. നമുക്കൊന്ന് ജസ്റ്റ് ബാക്ക് എടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്തായിട്ട് നമ്മുടെ പിക്സൽ ലാബ് ഒന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, ഞാൻ ഇവിടെ പിക്സൽ ലാബ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സ്റ്റൈലൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ മലയാളം എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റൈല് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ആദ്യം ഒന്ന് ബാക്ക്ഗ്രൗണ്ട് കളറൊന്ന് ചേഞ്ച് ചെയ്യാണ്. നമുക്ക് ബ്ലാക്ക് ആക്കാം, എങ്കിൽ മാത്രമേ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമുക്കിനി ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തു. നമുക്കിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ഒന്ന് ടെക്സ്റ്റാണ്, മറ്റൊന്ന് ഫോൾഡറാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫോൾഡർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ താഴോട്ട് പോകുമ്പം നമ്മൾ നേരത്തെ എക്സ്ട്രാക്റ്റ് ചെയ്ത ഫോൾഡർ ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് ആ ഒരു ഫോൾഡർ. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, ആഡ് ഡയറക്ടറി എന്ന് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്താൽ മതി. ഈ ഫോൺസൊക്കെ ഇപ്പോൾ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഓരോന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം, മുകളിലായിട്ട് അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. നമുക്കിങ്ങനെ വെറൈറ്റി ആയിട്ട് നല്ല രീതിയിൽ തന്നെ മലയാളം എഴുതാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഒന്ന് കൊടുത്തു. ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല വെറൈറ്റി ആയിട്ട് നമ്മളിവിടെ മലയാളം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കണ്ട. അതുപോലെ തന്നെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ഒരു മടിയും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.